സിറിയയിൽ അമേരിക്കൻ ഇസ്രായേൽ നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയായി തുർക്കിയുടെ മുന്നേറ്റങ്ങൾ. ഏകീകരിച്ച ഒരൊറ്റ സിറിയ, അവിടെയും ഇവിടെയും മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ആവശ്യമില്ല. ഓരോ ബി ടീമുകൾ സിറിയക്കകത്ത് ആർക്കും ആവശ്യമില്ല. സിറിയയിലെ ജനങ്ങൾ സിറിയ ഭരിക്കട്ടെ. അവിടെ പ്രത്യേകം ചില സായുധ സംഘങ്ങൾ എവിടെയും ഉണ്ടാകാൻ പാടില്ല. ഇതാണ് തുർക്കി മുന്നോട്ട് വെക്കുന്നത്. അമേരിക്കയാണ് ഇത്തരം ഗ്രൂപ്പുകളെല്ലാം പോറ്റി വളർത്തുന്നത് എന്നത് ഇപ്പോൾ വസ്തുത പുറത്തായിരിക്കുകയാണ്. എല്ലാ സംഘങ്ങളും തുർക്കിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഏകീകരിച്ചിരിക്കുകയാണ്. അവിടെയുള്ള ഒരുപാട് സായുധ സംഘങ്ങളുണ്ട്, എണ്ണിയാലൊടുങ്ങാത്ത സംഘങ്ങളാണ്. അവരെല്ലാം ഇപ്പോൾ ആയുധം വെച്ച് പുതിയതായി വരുന്ന സർക്കാരിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുന്നിൽ അണിനിരക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരൊറ്റ വിഭാഗം ഒഴികെ, അത് അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന PKK എന്നറിയപ്പെടുന്ന കുർദുകൾ മാത്രം. അവർക്ക് സിറിയയിൽ സ്വയം രാഷ്ട്രം വേണമെന്നാണ് അവർ ഉന്നയിക്കുന്നത്. പക്ഷേ അവർക്ക് തുർക്കി നൽകിയ സമയം അവസാനിച്ചതോടുകൂടെ ശക്തമായ സൈനിക നീക്കങ്ങളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തുർക്കി അമേരിക്കക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ വിഭാഗത്തിന് PKK എന്നറിയപ്പെടുന്ന മിലിറ്റന്റ് ഗ്രൂപ്പിന് ഒരു കൃത്യമായ സമയം നൽകിയിരുന്നു. അതിനു മുമ്പ് ആയുധം വെച്ച് കീഴടങ്ങണം. ആരെയും ഇവിടെ നിന്ന് ആട്ടിപ്പുറത്താക്കുന്നില്ല. അതേ സമയത്ത് ഈ PKK എന്നറിയപ്പെടുന്ന കുർദുകളിൽ നുഴഞ്ഞു കയറിയിട്ടുള്ള വിദേശികളെ വെച്ച് പുറപ്പിക്കില്ല. അതേ സമയത്ത് സിറിയയിലെ ആളുകൾ അവർ ആയുധം വെച്ച് സാധാരണ ഒരു പൗരനായി ജീവിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. ഈ മുന്നറിയിപ്പാണ് തുർക്കി നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ മുന്നറിയിപ്പുകൾക്ക് വകവെക്കാതെ അവർ വീണ്ടും ആയുധമേന്തിയിരിക്കുകയാണ്. അതോടുകൂടെ കാര്യങ്ങൾ വീണ്ടും സംഘട്ടനത്തിലേക്ക് നീങ്ങുകയാണ്. തുർക്കി ഇപ്പോൾ ശക്തമായ രൂപത്തിലുള്ള സൈനിക സാമഗ്രികൾ ഈ വിഭാഗത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി സിറിയയിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. സിറിയ പിടിച്ചടക്കിയിട്ടുള്ള ഇപ്പോൾ അവിടെ ഭരണം നിലനിർത്തുന്ന സംഘം, ആ സംഘത്തിന് എല്ലാവിധ സഹായങ്ങളും നൽകുകയാണ്. PKK എന്നറിയപ്പെടുന്ന കുർദ് വിഭാഗത്തെ തുടച്ചു നീക്കാനുള്ള നീക്കങ്ങളാണ്. അതേസമയം ജോ ബൈഡൻ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാന് വാർണിംഗ് നൽകുകയാണ്. ഞങ്ങൾ തുർക്കിയിലും ഞങ്ങൾ ഇറാഖിലും അതുപോലെ സിറിയയിലും വലിയ രൂപത്തിലുള്ള പണം ചെലവഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് സമയം അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. Former and present are ashamed of what's happening here. Turkey is the real problem here. And I would be having a real അവിടെ ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി ആയിരിക്കുന്നത് തുർക്കിയാണ് എന്നാണ് ബൈഡൻ പറയുന്നത്. ഞാനും എർദോഗാനും തമ്മിൽ ഒരു അടച്ചിട്ട റൂമിൽ വലിയ രൂപത്തിലുള്ള ചർച്ച നടത്തി. പക്ഷേ ആ ചർച്ചകൾക്ക് വിജയം കാണാൻ സാധിച്ചില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക്, അതായത് ബൈഡൻ എർദോഗാനോട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള വില നൽകേണ്ടി വരുമെന്ന് അദ്ദേഹത്തിന് ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ രൂപത്തിൽ കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ തുർക്കിയിലുള്ള പ്രതിപക്ഷത്തിനെ ഞങ്ങൾ പിന്തുണക്കും. അവർക്ക് ഞങ്ങൾ വേണ്ട രൂപത്തിലുള്ള പിന്തുണ നൽകും. അത് തുർക്കിയിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതായത് തുർക്കിയിലും ഇതുപോലുള്ള സംഘങ്ങളെ കൊണ്ടുവരും എന്നാണ് ഈ ബൈഡൻ ഈ പറയുന്നതിന്റെ ചില സൂചനകൾ. പക്ഷേ ഞങ്ങൾ ഭരണം അട്ടിമറിക്കാനല്ല, പക്ഷേ അവരെ ഞങ്ങൾ പിന്തുണക്കും. ഇതിനെല്ലാം വലിയ ആശയങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. അതേസമയം റജബ് തയ്യിബ് എർദോഗാൻ ഇതിനെ മുഖവിലേക്ക് എടുത്തിട്ടില്ല. സിറിയയിലുള്ള ഈ വിഭാഗത്തിനെ തുടച്ചു നീക്കുക തന്നെയാണ് എർദോഗാന്റെ ലക്ഷ്യം. കാരണം അതെല്ലാം തുർക്കിയെയും അതുപോലെ തന്നെ ഈ മിഡിൽ ഈസ്റ്റിലുള്ള പല നീക്കങ്ങളെയും മുന്നിൽ കണ്ടുകൊണ്ട് ആ ഒരു ദീർഘദൃഷ്ടിയോടെയാണ് അമേരിക്ക ഈ കുർദുകളെല്ലാം ഇവിടെ കുടിയിരുത്തി ഒരു പുതിയ രാഷ്ട്രം സ്ഥാപിക്കുന്നത് എന്ന് എർദോഗാനും തുർക്കിക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ നീക്കങ്ങൾക്കെതിരെ ശക്തമായ മുന്നേറ്റം നടത്തുകയാണ്. ഇപ്പോൾ ഈ സിറിയയിലുള്ള എല്ലാ മിലിറ്റന്റ് ഗ്രൂപ്പുകളും അവിടെയുള്ള ഭരണത്തിന് കീഴിൽ ഏകീകരിച്ച് ആയുധം വെച്ച് ഒരു പ്രതിരോധ സംവിധാനത്തിന് കീഴിൽ ഐക്യത്തോടുകൂടെ നീങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ അമേരിക്ക എന്നറിയപ്പെടുന്ന ഒരു രാഷ്ട്രത്തിന്റെ ഈ ഒരു ബി ടീം മാത്രമേ അവിടെ ഇപ്പോൾ പ്രതിസന്ധിയായി നിലനിൽക്കുന്നുള്ളൂ. യഥാർത്ഥത്തിൽ സിറിയയിലെ പ്രശ്നക്കാർ ആരായിരുന്നു എന്ന് ഇതിലൂടെ തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്.